Hi students, welcome to Competitive Cracker. ഞാൻ ധന്യ. അപ്പോൾ ഓഗസ്റ്റിൽ തന്നെ നമ്മുടെ സെറ്റ് എക്സാം വരുന്നുണ്ട്. എല്ലാവരും അതിന്റെ പ്രിപ്പറേഷനിലേക്ക് ആയിരിക്കും. സോ ഈ ഒരു സെഷനിൽ ആ എക്സാമിന് വേണ്ടി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് ഇവാലുവേഷൻ. ഓക്കെ, ഇവാലുവേഷൻ ആണ്. എന്തായാലും സെറ്റ് എക്സാമിന് ഇവാലുവേഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമ്മൾ കണ്ടിട്ടില്ല, ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവാലുവേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നറിയാനായിട്ട് നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസിലൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടും അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളതും കൂടെ അറിയും അല്ലേ. സോ ഇവാലുവേഷൻ നോക്കിക്കേ. ഇവാലുവേഷൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവാലുവേഷനിൽ തന്നെ ഒരുപാട് ടൈപ്സ് ഇവാലുവേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്, സമ്മേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്, ദെൻ നോം റെഫറൻസ് ടെസ്റ്റ് ഉണ്ട്, ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ എന്നുള്ള ഏരിയയിൽ വരുന്നതാണ്. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു ഏരിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ അതിൽ വരുന്ന ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്നൊരു കാര്യം കൂടെ നോക്കണം കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ടെസ്റ്റ് ദാറ്റ് ഈസ് സ്കോർഡ് ഇൻ എ കൺസിസ്റ്റന്റ് മാനർ വിച്ച് മേക്സ് ഇറ്റ് പോസിബിൾ ടു കമ്പയർ ദ റിലേറ്റീവ് പെർഫോമൻസ് ഓഫ് ലേണർ ഈസ്. ഇതെല്ലാം PYQ ആണ്. ഞാൻ PYQ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 2022 ചോദിച്ച ഒരു PYQ ആണ് കേട്ടോ. 2022 ചോദിച്ച ഒരു PYQ ആണ്. സോ നമുക്ക് 4 ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ട്, ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് ഉണ്ട്, അച്ചീവ്മെന്റ് ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ്. ഓക്കെ, സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ടെസ്റ്റ് ദാറ്റ് ഈസ് സ്കോർഡ് ഇൻ എ കൺസിസ്റ്റന്റ് മാനർ അല്ലേ. ഓക്കെ, ഒരു കൺസിസ്റ്റന്റ് മാനർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഫോം തന്നെയാണ് അവിടെ മീൻ ചെയ്യുന്നത്. സോ ഒരു കൺസിസ്റ്റന്റ് മാനറിൽ എന്ത് ചെയ്യുന്നു, സ്കോർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താ? സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് ആണ്. അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ട്, ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് ഉണ്ട്, അച്ചീവ്മെന്റ് ടെസ്റ്റ് ഉണ്ട്. അച്ചീവ്മെന്റ് ടെസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. നമ്മൾ BEd പഠിക്കുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് നടത്തിയൊരു ടെസ്റ്റാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. അതായത് അവർക്ക് നമ്മൾ പഠിപ്പിച്ച കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റിയോ എന്നറിയാനായിട്ട് ബ്ലൂംസ് ടാക്സോണമി ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ബ്ലൂ പ്രിന്റ് ഒക്കെ ഉണ്ടാക്കി ചെയ്യുന്നൊരു ടെസ്റ്റാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആ അച്ചീവ്മെന്റ് ടെസ്റ്റിന് ശേഷം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയ കുട്ടിക്ക് ബുദ്ധിമുട്ടായി തോന്നി, അല്ലെങ്കിൽ ഒരു അതായത് ഒരു ക്ലാസ് റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് റൂമിൽ തന്നെ ഒരുപാട് പേർക്ക് ആ ഒരു ടോപ്പിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. സോ അതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ടീച്ചർ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലായി? ഈ 4 ഓപ്ഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലായി. ദെൻ സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കൺസിസ്റ്റന്റ് മാനർ ആണെന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ PYQ ആണ്. ജൂലൈ 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ടു ഇവാലുവേറ്റ് ദ ടീച്ചർ പെർഫോമൻസ്. ഓക്കെ, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ടു ഇവാലുവേറ്റ് ദ ടീച്ചർ പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്റ്റുഡൻറ് ഇവാലുവേഷൻ ആണോ, സെൽഫ് ഇവാലുവേഷൻ ആണോ, പിയർ ഇവാലുവേഷൻ ആണോ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഇവാലുവേഷൻ ആണോ? ഏതാ വരുന്നത്? അതായത് നമ്മൾ ടീച്ചേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ളവർ ആരാ ശരിക്കും? അതായത് ടീച്ചർ തന്നെ സ്വയം ഇവാലുവേറ്റ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ വന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ പിയർ ഇവാലുവേഷൻ? അതായത് പിയർ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അതേ സെയിം കാറ്റഗറിയിൽ വരുന്ന മറ്റുള്ളവർ അല്ലേ, പിയേഴ്സ്. അപ്പോൾ അവർ ഇവാലുവേഷൻ നടത്തുന്നതാണോ അതോ സ്റ്റുഡൻറ് ഇവാലുവേഷൻ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റുഡൻറ് ഇവാലുവേഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഒരു ടീച്ചർ നന്നായിട്ട് ക്ലാസ് എടുത്തു എന്ന് ശരിക്കും പറയേണ്ടത് ആരാ? സ്റ്റുഡൻസ് ആണ് പറയേണ്ടത് അല്ലേ. സോ സ്റ്റുഡൻസിന്റെ ഇവാലുവേഷൻ എന്താണോ അതാണ് കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ സ്റ്റുഡൻറ് ഇവാലുവേഷൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എന്തായിരുന്നു? ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ടു ഇവാലുവേറ്റ് ദ ടീച്ചർ പെർഫോമൻസ് ഈസ് സ്റ്റുഡൻറ് ഇവാലുവേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടൊന്നും അല്ല, ഇപ്പോൾ എവിടെയും നമുക്ക് പഠിക്കാനുണ്ടാവില്ല ഈ ഒരു സ്ട്രാറ്റജി. അതായത് ടീച്ചറിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സ്ട്രാറ്റജി സ്റ്റുഡൻറ് ഇവാലുവേഷൻ ആണെന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം ഇതേ മോഡൽ വേറൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇതുപോലെ തിങ്ക് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ എങ്ങനെയാണ് ലോജിക്കലി ഒരു ആൻസറിലോട്ട് എത്തേണ്ടതെന്നുള്ള കാര്യം കൂടെ നമുക്ക് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഒബ്ജക്റ്റീവ് ഓഫ് CCE
ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഈസ് ടു. എന്താണ് CCE എന്ന് പറയുന്നത്? CCE എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ് കേട്ടോ. ഓക്കെ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. അപ്പോൾ അതിൽ ആ പേരിൽ തന്നെ ഉണ്ട് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ്ലി കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ആ ഒരു എക്സാമിനേഷൻ ഫോബിയ അല്ലെങ്കിൽ എക്സാമിനേഷനോടുള്ള ഒരു പേടി തന്നെ മാറാനായിട്ടാണ് ഈ ഒരു CCE മെയിനായിട്ടും കൊണ്ടുവന്നത്. പിന്നെ അതുമാത്രമല്ല, കണ്ടിന്യൂസ്ലി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താ കുട്ടികളുടെ പ്രോഗ്രസ് ടീച്ചർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും, കുട്ടികൾക്കും സെയിം ടൈം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്. കോംപ്രിഹെൻസീവ് എന്ന് പറയുമ്പോൾ എന്താ? ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ആണ് കുട്ടികളുടെ ചെക്ക് ചെയ്യുന്നത്. അതിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് മാത്രമല്ല, അഫക്റ്റീവ് ഡൊമൈനും അല്ലെങ്കിൽ അഫക്റ്റീവ് ഡെവലപ്മെന്റ്, അതായത് ഇമോഷണൽ ഡെവലപ്മെന്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളും ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈനിനെ ആസ്പെക്ട് ചെയ്തിട്ട്, അതായത് സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് പോലുള്ള എല്ലാ രീതിയിലുള്ള ഡെവലപ്മെന്റും കുറച്ചുകൂടെ അല്ലെങ്കിൽ അതൊക്കെ അസസ് ചെയ്യാനായിട്ടാണ് ഈ CCE അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ മെയിൻ ആയിട്ട് വന്നത്. സോ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റൻ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ആൻഡ് വി ഹാവ് 4 ഓപ്ഷൻ, ദാറ്റ് ഈസ് ഡെവലപ്പ് കോഗ്നിറ്റീവ്, സൈക്കോമോട്ടോർ ആൻഡ് അഫക്റ്റീവ് സ്കിൽസ്, ഹെൽപ്പ് ടു മെമ്മറൈസ് മോർ സ്റ്റഡി മെറ്റീരിയൽ, ഹെൽപ്പ് ടു ഡെവലപ്പ് സ്കിൽസ് ടു മെമ്മറൈസ്, നൺ ഓഫ് ദി എബോ. ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? സ്കിപ്പ് ചെയ്യരുത് അല്ലെങ്കിൽ തെറ്റിക്കരുത്. അതാണ് പറയാനായിട്ടുള്ളത്. സോ ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇവിടെ. കോംപ്രിഹെൻസീവ് എന്ന് പറയുമ്പോൾ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് വരുന്നത്. ദാറ്റ് ഈസ് എന്താ? കോഗ്നിറ്റീവ് ഉണ്ട്, സൈക്കോമോട്ടോർ ഉണ്ട് ആൻഡ് അഫക്റ്റീവ് സ്കിൽസ് ഉണ്ട്. കോഗ്നിറ്റീവ്, സൈക്കോമോട്ടോർ ആൻഡ് അഫക്റ്റീവ് സ്കിൽസ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എടുത്താൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ മീൻസ്, അഗെയിൻ CCE ആയിട്ട് ബേസ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതെല്ലാം PYQ ആണ്. സോ PYQ നിന്നും ഇത്രയും അധികം ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ മീൻസ് എന്താ? സ്കോളാസ്റ്റിക് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ്, physical evaluation of students, evaluation of students through continuous examination, evaluation of overall development of students through continuous evaluation. അപ്പോൾ ആദ്യം സ്കോളാസ്റ്റിക് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സ്കോളാസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കരിക്കുലർ ആക്ടിവിറ്റീസ് മാത്രം അസസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ CCEയുടെ മെയിൻ അവിടെ പറയുന്ന കാര്യം തന്നെ എന്താ? സ്കോളാസ്റ്റിക് ആൻഡ് കോ സ്കോളാസ്റ്റിക് ഏരിയാസ്, അതായത് കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ഏരിയാസ് ഇവിടെ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പോയിന്റ് എന്താ? ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ പറയുന്നത് ഫിസിക്കൽ ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഫിസിക്കൽ ഇവാലുവേഷൻ മാത്രമല്ല അവിടെ ചെക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് ത്രൂ കണ്ടിന്യൂസ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ കണ്ടിന്യൂസ് എക്സാമിനേഷൻ മാത്രം ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും എന്തല്ല? ഇവിടെ CCEന്റെ കാര്യമല്ല. അപ്പോൾ ഇത് 3 തെറ്റാണ്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്. ദാറ്റ് ഈസ് ഇവാലുവേഷൻ ഓഫ് ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ത്രൂ കണ്ടിന്യൂസ് ഇവാലുവേഷൻ. എന്ത് ചെയ്യുന്നു? ഓവറോൾ ഡെവലപ്മെന്റ് ആണ് അവിടെ അസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ത്രൂ കണ്ടിന്യൂസ് ഇവാലുവേഷൻ. ഓക്കെ അല്ലേ? സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, that is conducting an internal test to know the progress of learning is an example for. Okay, conducting an internal test to know the progress of learning is an example for. Assessment as learning ആണോ, assessment for learning ആണോ, assessment of learning ആണോ, അല്ലെങ്കിൽ assessment in learning ആണോ? അപ്പോൾ ഈ ഓഫ് ലേണിംഗ്, ഫോർ ലേണിംഗ്, ഇൻ ലേണിംഗ് അല്ലെങ്കിൽ ആസ് ലേണിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ഇതിൽ ഏതോ 2 ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ? പക്ഷെ അതിൽ ഏതാണെന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ അതിനൊരു എളുപ്പ വഴിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നോക്കിക്കേ, അസസ്മെന്റ് ആസ് ലേണിംഗ്. അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത് സെൽഫ് അസസ്മെന്റ് ആണ്. ഓക്കെ, അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത് സെൽഫ് അസസ്മെന്റ് ആണ്. ദെൻ അസസ്മെന്റ് ഫോർ ലേണിംഗ്. അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഫോർമേറ്റീവ് അസസ്മെന്റ്. നോക്കിക്കേ, ഫോർ അസസ്മെന്റ് ഫോർ ലേണിംഗ്. അപ്പോൾ ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഫോർമേറ്റീവ്, അവിടെയും ഒരു 4 ഉണ്ട്, ഇവിടെയും ഒരു 4 ഉണ്ട് അല്ലേ? സോ ഫോർ ഫോർമേറ്റീവ്, അങ്ങനെ ആലോചിച്ചാൽ മതി. ദെൻ അസസ്മെന്റ് ഓഫ് ലേണിംഗ് അപ്പോൾ എന്ത് വരും? സമ്മേറ്റീവ് വരും. ഓക്കെ, അസസ്മെന്റ് ഓഫ് എന്ന് പറയുമ്പോൾ സമ്മേറ്റീവ് വരും. ആൻഡ് അസസ്മെന്റ് ഇൻ ലേണിംഗ് നമുക്ക് ഇല്ലാത്തതാണ്. സോ ഈ 3 കാര്യങ്ങളും ഓർക്കണം. ആസ് എന്ന് പറയുമ്പോൾ, ഓക്കെ, ആസ് എന്ന് പറയുമ്പോൾ സെൽഫ് അസസ്മെന്റ് ആണ്,
ഫോർ എന്ന് പറയുമ്പോൾ ഫോർമേറ്റീവ് ആണ് ആൻഡ് ഓഫ് എന്ന് പറയുമ്പോൾ സമ്മേറ്റീവ് ആണ്. ക്ലിയർ ആയല്ലോ? ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. കണ്ടക്ടിങ് ആൻ ഇന്റേണൽ ടെസ്റ്റ് നോ ദ പ്രോഗ്രസ് ഓഫ് ലേണിംഗ്. ഒരു ഇന്റേണൽ ടെസ്റ്റ് നടത്തുന്നു. ഒരു ഇന്റേണൽ ടെസ്റ്റ് നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂസ്ലി കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ് ഒരു ഇന്റേണൽ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്യൂറിങ് ആൻ ഇൻസ്ട്രക്ഷനിൽ ഒരു അസസ്മെന്റ് വരുവാണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് അസസ്മെന്റിനെ പറയുന്ന പേരാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് അഥവാ അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഓക്കെ, അസസ്മെന്റ് ഫോർ ലേണിംഗ്. ക്ലിയർ ആയല്ലോ? സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നില്ല, കൂടുതലും നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അസസ്മെന്റ് ആസ് ലേണിംഗ് സെൽഫ് അസസ്മെന്റ് ആണ്, ഫോർ ലേണിംഗ് ഫോർമേറ്റീവ് അസസ്മെന്റ്, ഡ്യൂറിങ് ആൻഡ് ഇൻസ്ട്രക്ഷനിൽ നടത്തുന്ന ഒരു അസസ്മെന്റ് ആണ്. ദെൻ അസസ്മെന്റ് ഓഫ് ലേണിംഗ് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു എന്താ ഇപ്പോൾ ആനുവൽ എക്സാമിനേഷൻ, അതായത് ഒരു കോഴ്സ് കഴിയുമ്പോൾ നടത്തുന്ന ഒരു എക്സാമിനേഷൻ, അല്ലെങ്കിൽ ഒരു സർട്ടൻ മൊഡ്യൂൾസ് കഴിയുമ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന ഒരു ഇവാലുവേഷൻ, അതാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ അടുത്തതും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്, അതായത് ഫോർമേറ്റീവ്, സമ്മേറ്റീവ്, ഇപ്സേറ്റീവ്, ലേണർ ഇവാലുവേഷൻ, ഇതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഇവാലുവേഷൻ വിച്ച് കമ്പയർസ് എ ലേണേഴ്സ് പെർഫോമൻസ് വിത്ത് ദാറ്റ് ഓഫ് ഹിസ് പ്രീവിയസ് പെർഫോമൻസ്. അവരുടെ തന്നെ, ശ്രദ്ധിച്ചേ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ, ഇവാലുവേഷൻ വിച്ച് കമ്പയർസ് എ ലേണേഴ്സ് പെർഫോമൻസ് വിത്ത് ദാറ്റ് ഓഫ് ഹിസ് പ്രീവിയസ് പെർഫോമൻസ് ആണ്. അതായത് ഒരു കുട്ടിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു വിത്ത് എന്താ, അവരുടെ തന്നെ പ്രീവിയസ് പെർഫോമൻസ് അനുസരിച്ചിട്ടാണ്. അതായത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല, ആ കുട്ടിയുടെ തന്നെ പ്രീവിയസ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്, ഇപ്സേറ്റീവ് ഇവാലുവേഷൻ. അപ്പോൾ ഇത് ഇപ്സേറ്റീവ് ഇവാലുവേഷനും എല്ലാ എക്സാമിനും വരുന്ന കാര്യമാണ്. ഇപ്പം നെറ്റ് എടുത്താലും, അല്ലെങ്കിൽ ഇപ്പോൾ HSC എടുത്താലും, HSST എടുത്താലും, ഇപ്പോൾ HSSTൻ്റെ എക്സാം കഴിഞ്ഞു അല്ലേ, സോ HSST എടുത്താലും എല്ലാത്തിലും വരുന്ന ഒരു ടൈപ്പ് ഇവാലുവേഷൻ ആണ് ഇപ്സേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഇപ്സേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. സോ അത് ശ്രദ്ധിക്കുക. എന്താണ്, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമല്ല, ആ കുട്ടിയുടെ തന്നെ പ്രീവിയസ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇപ്സേറ്റീവ് ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇത് ആക്ച്വലി നെറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത് സെറ്റിന് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തത് കേട്ടോ. നോക്കിക്കേ, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എപ്പോഴും മാച്ച് ദ ഫോളോയിങ് ആവുന്ന സമയത്ത് നമുക്ക് ഈസിയാണ് ശരിക്കും. കാരണം ഒന്നോ രണ്ടോ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഇവിടെ ഓപ്ഷൻസ് നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, നോം ആൻഡ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റിംഗ്. ഓക്കെ, നോം ആൻഡ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റിംഗ്. അപ്പോൾ എന്താണ് നോം റെഫറൻസ്ഡ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്? നോം റെഫറൻസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ നേരത്തെ ഇപ്സേറ്റീവ് അസസ്മെന്റിന് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ തന്നെ ആ കുട്ടിയുടെ തന്നെ പ്രീവിയസ് പെർഫോമൻസിനെയാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് അസസ് ചെയ്യുന്നത് എന്നുള്ളത്. സോ നോം റെഫറൻസ്ഡ് ടെസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. സോ നോം റെഫറൻസ്ഡ് ടെസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അങ്ങനെ കമ്പയർ ചെയ്ത് അസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമ്മുടെ HSC എക്സാം നടക്കാൻ പോകുന്നുണ്ട്. സോ HSC എക്സാമിന് അല്ലെങ്കിൽ HSC എക്സാം കഴിയുന്ന സമയത്ത് അതിൽ റാങ്ക് വരും അല്ലേ, ഓരോ കുട്ടികൾക്കും റാങ്ക് വരും. സോ എങ്ങനെയാണ് അവിടെ റാങ്ക് നിർണ്ണയിക്കുന്നത്? മറ്റുള്ള കുട്ടികളുടെ പെർഫോമൻസിനനുസരിച്ച്, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഓരോരുത്തരും ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് എന്നിങ്ങനെ പറയുന്നത്. സോ അത്തരം ടൈപ്സ് ഓഫ് അസസ്മെന്റിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ടെസ്റ്റിന് പറയുന്ന പേരാണ് നോം റെഫറൻസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ആ പേരിൽ തന്നെ ഉണ്ട് ബേസ്ഡ് ഓൺ സർട്ടൻ ക്രൈറ്റീരിയ, അതായത് ഒരു ക്രൈറ്റീരിയനെ ബേസ് ചെയ്തുകൊണ്ട് അസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലേ, ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ഉണ്ടല്ലോ. സോ അതെങ്ങനെയാണ്, അത് മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? അല്ല, അവിടെ ഒരു സർട്ടൻ ക്രൈറ്റീരിയ അവിടെ ഉണ്ട്. അതായത് ഇപ്പോൾ ബൈക്കിനാണെങ്കിൽ ഇപ്പോൾ 8 ഇടണം. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്തതിലോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. സോ അങ്ങനെ സർട്ടൻ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തുകൊണ്ട് അസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ എസ് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റിംഗ്. അപ്പോൾ നമുക്കിനി നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് വൺ ഇതാണ്, ഇവാലുവേറ്റിംഗ് സ്കോളാസ്റ്റിക് ആൻഡ് കോ സ്കോളാസ്റ്റിക് ആസ്പെക്ട്സ് വിത്ത് റെഗുലാരിറ്റി. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. സോ C ഈസ് റിലേറ്റഡ് ടു 1 അല്ലേ, C ഈസ് റിലേറ്റഡ് ടു 1 നമുക്ക് കിട്ടി. ഇനി നേരെ ഓപ്ഷനിലോട്ട് നോക്കുക. അതായത് ഒന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത നേരെ ഓപ്ഷനിലോട്ട് നോക്കുക. നോക്കിക്കേ, C ഈസ് റിലേറ്റഡ് ടു 1 എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 4ഉം അല്ലേ. രണ്ടും എന്താ, C ഈസ് റിലേറ്റഡ് ടു 1 എന്നുള്ളതാണ്. സോ നമുക്ക് ഒബ്വിയസ്ലി ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3ഉം ക്യാൻസൽ ചെയ്യാം. ഇപ്പം തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3ഉം.
ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഓപ്ഷൻ 2-ൽ എന്താ എ ഈസ് റിലേറ്റഡ് ടു 4 എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ 4-ലോ എ ഈസ് റിലേറ്റഡ് ടു 3 എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി, 4 ആണോ 3 ആണോ നോക്കിയാൽ പോരെ. സോ ഫോർമേറ്റീവ് ഇവാലുവേഷൻ നോക്കിക്കേ, ഗ്രേഡിംഗ് ദ ഫൈനൽ ലേണിംഗ് ഔട്ട്കം ആണ് 3 പറഞ്ഞിരിക്കുന്നത്. ആൻഡ് 4 ക്വിസസ് ആൻഡ് ഡിസ്കഷൻ ടെസ്റ്റ് ഡ്യൂറിംഗ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. അപ്പോൾ ഈസി ആയില്ലേ, കാരണം ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഒരിക്കലും ഫൈനൽ ലേണിംഗ് ഔട്ട്കം അല്ലെങ്കിൽ അതിനെ ഗ്രേഡ് ചെയ്യാനല്ല ചെയ്യുന്നത്. എന്താ നോക്കിക്കേ, ക്വിസസ് ആൻഡ് ഡിസ്കഷൻ ടെസ്റ്റ് ഡ്യൂറിംഗ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. അതായത് ഡ്യൂറിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷനിൽ നടത്തുന്ന ഒരു അസസ്മെന്റ് ആണ് ഫോർമേറ്റീവ് അസസ്മെന്റ് അല്ലെങ്കിൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ എ ഈസ് റിലേറ്റഡ് ടു 4 ആണ്. സോ എ ഈസ് റിലേറ്റഡ് ടു 4 ആൻഡ് സി ഈസ് റിലേറ്റഡ് ടു 1 എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി ഒന്നും നോക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, ഓപ്ഷൻ 2 ആണെന്നുള്ളത് കിട്ടി അല്ലേ. നമുക്ക് ബാക്കി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബി ഈസ് റിലേറ്റഡ് ടു 3 ആണ്. സോ ബി ഈസ് റിലേറ്റഡ് ടു 3 എന്ന് പറയുമ്പോൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ് ഗ്രേഡിംഗ് ദ ഫൈനൽ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത്, ശരിയാണ്. ആൻഡ് ബാക്കിയുള്ളത് ഡി, ദാറ്റ് ഈസ് നോം ആൻഡ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റിംഗ് ആണ്. അതപ്പോൾ എന്തായിരിക്കും ഓപ്ഷൻ, അതായത് ഇതിൽ വരുന്ന 2 ആയിരിക്കും. ദാറ്റ് ഈസ് ടെസ്റ്റ് ആൻഡ് ദെയർ ഇന്റർപ്രിറ്റേഷൻ ബേസ്ഡ് ഓൺ എ ഗ്രൂപ്പ് ആൻഡ് സർട്ടൻ യാർഡ് സ്റ്റിക്സ്. അതായത് ഒരു ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ക്രൈറ്റീരിയൻ ആണെങ്കിൽ ഒരു സർട്ടൻ ഒരു ക്രൈറ്റീരിയനെ ബേസ് ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ ഓപ്ഷൻ 2 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത്തരത്തിലുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരെണ്ണം നമുക്ക് ഫിക്സ് ആയി കിട്ടിക്കഴിഞ്ഞാൽ അറിയുമെങ്കിൽ അത് ഓപ്ഷനിൽ നോക്കുക. അപ്പോൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ചിലപ്പോൾ 4 ഓപ്ഷൻസും കാണും കേട്ടോ. 4 ഓപ്ഷൻസിൽ ഇപ്പോൾ സി ഈസ് റിലേറ്റഡ് ടു 1 കാണാം. അപ്പോൾ അങ്ങനെ കാണുവാണെങ്കിൽ അടുത്തയിലോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ തന്നെ ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. ഓക്കെ, അസേർഷൻ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫോർമേറ്റീവ് അസസ്മെന്റ് ഫോക്കസ് ഓൺ ഇവാലുവേറ്റിംഗ് ദ സ്റ്റുഡൻസ് ഡ്യൂറിംഗ് ദ ലേണിംഗ് പ്രോസസ് ടു പ്രൊവൈഡ് ഓൺ ഗോയിങ് ഫീഡ്ബാക്ക്. ഇതാണ് അസേർഷൻ. അപ്പോൾ എപ്പോഴും അസേർഷൻ റീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ 2 ടാസ്ക് ആണുള്ളത്. ഒന്ന് ആ 2 സ്റ്റേറ്റ്മെന്റും, അതായത് അസേർഷനും റീസണും ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ആൻഡ് പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ, അത് പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണോ, അതായത് അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അതിൻ്റെ പ്രോപ്പർ, അതായത് റീസൺ എന്ന് പറയുന്നത് അസേർഷൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ളതും കൂടെ അവിടെ നോക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ആദ്യത്തെ ടാസ്ക് എന്താ, 2 സ്റ്റേറ്റ്മെന്റും ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. നോക്കിക്കേ, ഫോർമേറ്റീവ് അസസ്മെന്റ് ഫോക്കസ് ഓൺ ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻസ് ഡ്യൂറിംഗ് ദ ലേണിംഗ് പ്രോസസ് ടു പ്രൊവൈഡ് ഓൺ ഗോയിങ് ഫീഡ്ബാക്ക്. അത് ശരിയല്ലേ. അപ്പോൾ അതുകൊണ്ട് അസേർഷൻ അവിടെ ശരിയാണ്. റീസൺ, summative assessment are more effective than formative assessment in identifying the areas where students need improvement. അപ്പോൾ ഒരിക്കലും സമ്മേറ്റീവ് അസസ്മെന്റ് ഈ കുട്ടികളെ അസസ് ചെയ്യാൻ, കുട്ടികളെ കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്യാൻ ഒരിക്കലും നല്ല മെത്തേഡ് അല്ല. ഫോർമേറ്റീവ് അസസ്മെന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ സമ്മേറ്റീവ് അസസ്മെന്റ് നല്ല മെത്തേഡ് അല്ല, കാരണം അത് അവസാനമാണ് അസസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ റീസൺ തെറ്റാണെന്ന് മനസ്സിലായി. സോ റീസൺ തെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടാസ്ക് കഴിഞ്ഞു. എ മാത്രമാണ് ശരി എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്താൽ മതി. അതായത് നോക്കിക്കേ, എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് ഇൻകറക്റ്റ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എ കറക്റ്റ് ആണ് ആൻഡ് ആർ ഇവിടെ തെറ്റാണെന്നുള്ള ആ ഒരു ഓപ്ഷൻ, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ. ഇനി അടുത്ത സെയിം മോഡൽ ഒരു ക്വസ്റ്റൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഈസ് ഡൺ ഡ്യൂറിംഗ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഈസ് ഡൺ ഡ്യൂറിംഗ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആണ്. സോ ഡ്യൂറിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഓപ്ഷൻസ് നോക്കാതെ തന്നെ നമുക്കറിയാം ദാറ്റ് ഈസ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റൻസ് ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരുന്ന സെറ്റ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരുപാട് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം. കാരണം അത്തരത്തിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. എസ്പെഷ്യലി ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ഇത്തരത്തിലുള്ള ഏരിയാസ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഒരേ മോഡൽ ക്വസ്റ്റൻസ് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് എന്താ, ഇത്തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ CC സെറ്റ് എക്സ്ട്രാ 3.0 ഒരു 30 ഡേ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 30 ഡേ ക്രാഷ് ബാച്ച് ആണ്. അപ്പോൾ ഈ 30 ദിവസത്തിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ നിന്ന് ലഭിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ലഭിക്കും. അതുപോലെ ഒരുപാട് മോഡൽ എക്സാംസ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ആണ് നമ്മളുടെ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്, നമ്മുടെ ഈ ക്രാഷ് കോഴ്സിനെ കുറിച്ച്
പറയാനായിട്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ബാച്ചിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ അവിടെ താഴെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. വരുന്ന സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.